ഡു ദ ഹാർഡ് തിങ് ഫസ്റ്റ്. മനുഷ്യ മനസ്സ് സ്വാഭാവികമായി എളുപ്പം തേടും. കഷ്ടപ്പാട് ഒഴിവാക്കാൻ, അസൗകര്യം പിന്നേക്ക് മാറ്റാൻ, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ചെയ്യാൻ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ എളുപ്പമുള്ള ജോലികൾ ആദ്യം ചെയ്യുന്നത്. അവ പൂർത്തിയാകുമ്പോൾ ഒരു താൽക്കാലിക തൃപ്തി ലഭിക്കും. പക്ഷേ ഈ തൃപ്തി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുമോ? കഠിനമായ ജോലി മാറ്റിവെക്കുമ്പോൾ അത് ഇല്ലാതാകുന്നില്ല, മറിച്ച് അത് മനസ്സിൽ ഭാരം കൂട്ടുന്നു. ചെയ്യാത്ത ജോലികൾ നമ്മളെ പിന്തുടരുന്ന നിഴലുകളാണ്. അവ നമ്മുടെ ശ്രദ്ധ ചിതറിക്കും, നമ്മുടെ ആത്മവിശ്വാസം കുറയ്ക്കും, ദിവസം മുഴുവൻ ഒരു കുറ്റബോധം ഉണ്ടാക്കും. ജോലി ചെയ്യാത്തതിനേക്കാൾ അത് ചെയ്യാതെ ഇരിക്കുന്നതിൻ്റെ ചിന്തയാണ് നമ്മളെ കൂടുതൽ ക്ഷീണിപ്പിക്കുന്നത്. എളുപ്പമുള്ള കാര്യങ്ങൾ നമ്മളെ നിലനിർത്തും, കഠിനമായ കാര്യങ്ങൾ നമ്മളെ വളർത്തും. നമ്മൾ ഭയക്കുന്ന ജോലി, നമ്മൾ ഒഴിവാക്കുന്ന സംഭാഷണം, നമ്മൾ നീട്ടിവെക്കുന്ന തീരുമാനം, ഇവയൊക്കെയാണ് നിങ്ങളുടെ അടുത്ത ലെവലിലേക്കുള്ള കവാടങ്ങൾ. അവ നേരിടുമ്പോഴാണ് നമ്മുടെ കഴിവുകളും ആത്മവിശ്വാസവും വികസിക്കുന്നത്. ദിവസത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ മനസ്സും ഊർജവും ഏറ്റവും ശക്തമായിരിക്കും. അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുള്ള ജോലി രാവിലെ തന്നെ ചെയ്യുന്നത് വലിയ വ്യത്യാസമുണ്ടാക്കും. കഠിനമായ ജോലി ആദ്യം ചെയ്താൽ ദിനം മുഴുവൻ ഒരു ആശ്വാസം അനുഭവപ്പെടും. ബാക്കി ജോലികൾ എളുപ്പമാകും, ആത്മവിശ്വാസം ഉയരും. ചെറുതായി തുടങ്ങുക. കഠിനമായ ജോലി മുഴുവനായി കാണുമ്പോൾ അത് ഭാരം പോലെ തോന്നും. അതിനാൽ അതിനെ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുക. ആദ്യത്തെ ചെറിയ പടി മാത്രം ചെയ്യുക. ആദ്യ പടിയെടുത്താൽ ഭയം കുറയും, ചലനമുണ്ടാകും, തുടർന്നു പോകാനുള്ള ധൈര്യം ലഭിക്കും. പ്രവർത്തനം തന്നെയാണ് പ്രചോദനം ഉണ്ടാക്കുന്നത്. എളുപ്പം മാത്രം തിരയുന്ന ജീവിതം ദീർഘകാലത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പ്രശ്നങ്ങൾ കൂടും, അവസരങ്ങൾ നഷ്ടപ്പെടും, ആത്മവിശ്വാസം ചുരുങ്ങും. അതേസമയം പ്രയാസങ്ങൾ നേരിടാൻ തയ്യാറാകുന്നവർ വേഗത്തിൽ വളരും, സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ പഠിക്കും, സ്വയം വിശ്വസിക്കാൻ തുടങ്ങും. ഡു ദ ഹാർഡ് തിങ്സ് ഫസ്റ്റ് എന്നത് ഒരു പ്രൊഡക്ടിവിറ്റി ടിപ്പ് മാത്രമല്ല, അത് ഒരു ജീവിത സമീപനമാണ്. നിങ്ങൾക്ക് ഭയമുള്ളത് ആദ്യം ചെയ്യുക, നിങ്ങൾക്ക് അസൗകര്യമുള്ളതിനെ നേരിടുക, നിങ്ങൾ ഒഴിവാക്കുന്നതിനെ കൈകാര്യം ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാണും, കഠിനമായത് അത്ര കഠിനമല്ല എന്ന്. നിങ്ങൾ കരുതിയതിലും ശക്തനാണ് എന്ന്.